ജോസി, അറിയേണ്ടത് ഈ ഏത് കേസിലായിരിക്കും ഇനിയിപ്പോൾ ഇയാളെ കസ്റ്റഡിയിൽ വാങ്ങുക എന്നുള്ള കാര്യം തന്നെയാണ്. നമുക്കറിയാം 2 കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. 2 കേസിലും ഇയാൾ പ്രതി തന്നെയാണ്. ഇന്നലെ ഇപ്പോൾ ഏത് വിഷയത്തിലാണ് കൃത്യമായ ചോദ്യം ചെയ്യലിലേക്ക് കടന്നിരിക്കുന്നത് എന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഇനിയിപ്പോൾ കസ്റ്റഡി അപേക്ഷ നൽകിയതിനു ശേഷമേ അത്തരത്തിലുള്ള കാര്യങ്ങളിൽ, അതുപോലെ തന്നെ റിമാൻഡ് റിപ്പോർട്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലൊക്കെ ഒരു വ്യക്തത വരികയുള്ളൂ, അല്ലേ? തീർച്ചയായും കസ്റ്റഡി അപേക്ഷയിൽ മാത്രമായിരിക്കും ഏത് കേസിലാണ് കസ്റ്റഡിയിൽ ആവശ്യപ്പെടുക എന്നുള്ള കാര്യം വ്യക്തമാകുകയുള്ളൂ. എന്തായാലും ഇപ്പോൾ ഉള്ള മറ്റൊരു വിവരം പങ്കുവെക്കാൻ കഴിയുന്നത് മാധ്യമപ്രവർത്തകർക്കടക്കം കോടതിയിലേക്ക് നിയന്ത്രണം പോലീസ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഈ നമ്മൾക്കിപ്പോൾ കാണാം, കോടതിയുടെ കവാടത്തിന് മുന്നിൽ തന്നെ പോലീസ് വലിയ സന്നാഹം നിൽപ്പുണ്ട്. കൂടുതൽ പോലീസിനെ വിന്യസിച്ചിട്ടുണ്ട്. നേരത്തെ തന്നെ പോലീസ് ഇത്തരത്തിലൊരു നിർദ്ദേശം നൽകിയിരുന്നു. പ്രതിയുമായി വരുമ്പോൾ കൂടുതൽ ദൃശ്യങ്ങൾ എടുക്കുന്നുണ്ടാക്കും ഒരു നിയന്ത്രണം പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. ഇപ്പോൾ കോടതി പരിസരത്ത് പുറത്താണ് മാധ്യമപ്രവർത്തകർ നിൽക്കുന്നത്. ഇനി കോടതി തുടങ്ങുന്ന സമയത്ത് കോടതിക്കുള്ളിലേക്ക് മാധ്യമപ്രവർത്തകർക്ക് പ്രവേശനം അനുവദിക്കുമായി എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഇപ്പോൾ മാധ്യമപ്രവർത്തകർക്ക് കോടതിക്ക് പുറത്ത് മാത്രമാണ് പ്രവേശനം നൽകിയിട്ടുള്ളത്. പോലീസിന്റെ വലിയ കാവലിലാണ് കോടതി നടപടികൾ നടക്കുക. എന്തായാലും ചില പ്രതിഷേധ സാധ്യതകൾ നിലനിൽക്കുന്നു. ചില ഹൈന്ദവ സംഘടനകളുടെ പ്രതിഷേധ സാധ്യതകൾ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കനത്ത പോലീസ് സുരക്ഷ കോടതി പരിസരത്ത് ഏർപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും ഏത് കേസിലായിരിക്കും കസ്റ്റഡി അപേക്ഷ നൽകുക എന്നുള്ളത് അല്പസമയത്തിനകം മാത്രമായിരിക്കും വ്യക്തമാകുക. എന്തായാലും റിമാൻഡ് റിപ്പോർട്ടിൽ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില നിർണായക പരാമർശങ്ങൾ ഉണ്ടാവും. സ്വാഭാവികമായും എന്തൊക്കെ കാര്യങ്ങളാണ് കണ്ടെത്തേണ്ടത്, എന്തൊക്കെ നടപടികളാണ് ഇനി വേണ്ടത് എന്നുള്ള കാര്യങ്ങളടക്കം റിമാൻഡ് റിപ്പോർട്ടിൽ ഉണ്ടാകും. കൂടാതെ ഈ പ്രതിക്ക് ഈ കുറ്റകൃത്യവുമായി ബന്ധപ്പെടുത്തുന്ന പ്രധാനമായ കണ്ടെത്തലുകളടക്കം റിമാൻഡ് റിപ്പോർട്ടിൽ രേഖപ്പെടുത്തും. എന്തായാലും നേരത്തെ ആദ്യഘട്ടങ്ങളിലെല്ലാം ദേവസ്വം വിജിലൻസ് ചോദ്യം ചെയ്തപ്പോഴൊന്നും തനിക്ക് ഈ കേസിൽ പങ്കില്ല, തനിക്ക് ലഭിച്ചത് ചമ്പ് പാളികളാണ് എന്ന് പറഞ്ഞിരുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയെ തെളിവുകൾ സഹിതം നിരത്തിയുള്ള ചോദ്യം ചെയ്യലിലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ഒടുവിൽ ഈ കൊള്ള സമ്മതിക്കുന്നതും അൽപേഷ് അടക്കമുള്ള പല ആളുകളുടെ പേരുകളും വെളിപ്പെടുത്തുന്നതും. പലരും ഇപ്പോഴും അജ്ഞാതരായി തുടരുകയാണ്. ആർക്കാണ് സ്വർണം കൈമാറിയത്, ആർക്കൊക്കെ പല സ്ഥലങ്ങളിൽ കൊണ്ടുപോയി ഈ ദ്വാരപാലക ശില്പപാളികളും കട്ടളപ്പടികളുടെ ഭാഗങ്ങളുമൊക്കെ പ്രദർശനത്തിന് വെക്കുകയും അവിടെ ഭക്തരിൽ നിന്നും പണം വാങ്ങുകയും വലിയ വ്യക്തിത്വങ്ങളിൽ നിന്ന് പണം വാങ്ങുന്ന അടക്കമുള്ള കാര്യങ്ങൾ ദേവസ്വം വിജിലൻസ് കണ്ടെത്തിയിരുന്നു. ഇതിൽ ഏതൊക്കെ തരത്തിലുള്ള ഇടപാടുകളാണ് നടന്നിരിക്കുന്നത്, കാണാതെ പോയ സ്വർണം എവിടെ പോയി, അത് എന്ത് ചെയ്തു എന്നുള്ളത് അടക്കമുള്ള കാര്യങ്ങൾ കണ്ടെത്തേണ്ടിയിരിക്കുന്നു. ഇക്കാര്യങ്ങളിലൊക്കെ വിശദമായ അന്വേഷണം വേണമെന്നാണ് SIT നിലപാട്. എന്തായാലും ഇപ്പോഴും കോടതിക്ക് പുറത്ത് വലിയ പോലീസ് സന്നാഹം നിലയുറപ്പിച്ചിട്ടുണ്ട്. അല്പസമയത്തിനകം റാന്നി 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് അരുൺകുമാർ ഈ കേസ് പരിഗണിക്കും. അരുൺകുമാറിന്റെ മുൻപാകെയാകും ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഹാജരാക്കുക. അമൃത. ശരി, ഏതായാലും കേസ് പരിഗണിക്കുന്നതിനനുസരിച്ച് ജോസിയിലേക്ക് മടങ്ങിയെത്താം. ഏതായാലും ഇപ്പോൾ കോടതിയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ എത്തിച്ചിരിക്കുകയാണ്. ജോസിയൊക്കെ സൂചിപ്പിച്ചതുപോലെ ഇനിയിപ്പോൾ റിമാൻഡ് റിപ്പോർട്ടിൽ എന്തൊക്കെ കാര്യങ്ങൾ പരാമർശിക്കും എന്നുള്ളത് തന്നെയാണ് ഏറെ ശ്രദ്ധേയകരമായ കാര്യം. അത് നമുക്ക് അല്പസമയത്തിനകം തന്നെ മനസ്സിലാക്കാൻ കഴിയുമെന്നാണ് കരുതുന്നത്.